ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യാതിരിക്കുന്ന സമയത്തും എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ എൻ്റെ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത് എന്നുള്ളത്. കാരണം ഞാൻ 74 kgs നിന്ന് 60 കിലോയിലേക്ക് വെയിറ്റ് കുറച്ച ഒരാളാണ്. അത് ഒരു 6 മാസത്തെ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ ഇത്രയും വെയിറ്റ് ലോസ് ചെയ്തത്. അപ്പം അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റോറി ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ചെറിയ കുറച്ച് വർക്കൗട്ട്സാണ്, അതായത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ട്സാണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ എക്സസൈസും 15 റിപ്പറ്റീഷൻസ് വെച്ചിട്ട് 3 സെറ്റായിട്ടാണ് ചെയ്യേണ്ടത്. അതിനിടയ്ക്കൊക്കെ വെള്ളം കുടിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം അടുത്ത സെറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ആകുമ്പം എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ആവശ്യത്തിന് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ടൈമിങ് കുറച്ച് കൊണ്ടുവന്നാൽ മതി, അതായത് റെസ്റ്റ് ടൈം കുറച്ച് കൊണ്ടുവന്നാൽ മതി. അപ്പം എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിൽ ഞാനൊരു കാര്യം പറയാം, വെയിറ്റ് ലോസിനേക്കാളും നമ്മൾ ഫാറ്റ് ലോസാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഫാറ്റിനെ കളയുമ്പോഴാണ് നമ്മുടെ വെയിറ്റ് കുറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാറ്റ് ലോസാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വർക്കൗട്ടും ഡയറ്റും ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. വർക്കൗട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20% മാത്രമേ 100ൽ വരുള്ളൂ. പക്ഷേ 80% നമ്മുടെ വെയിറ്റ് ലോസിന് കാരണമായിട്ടുള്ളത് ഡയറ്റാണ്. അതായത് ഷുഡ് ബി കാലറി ഡെഫിസിറ്റ്. നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കാൻ പാടില്ല, കാലറി കുറഞ്ഞിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പം കാലറി കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഫാറ്റ് ലോസും അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്ത് കളയുകയും ചെയ്യണം, അതായത് വർക്കൗട്ടിലൂടെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഞാൻ ഒരുപാട് വർക്കൗട്ടുകളും ഒരുപാട് ഡയറ്റുകളും ഫോളോ ചെയ്ത ഒരാളാണ്, എന്നിട്ടൊന്നും കിട്ടാത്തൊരു റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു 6 മാസം ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് ഷെയർ ചെയ്യാൻ അത്രയും കോൺഫിഡൻസ് കിട്ടുന്നത്. എല്ലാവർക്കും എന്നെപ്പോലൊരു മടിച്ചിയായിട്ടുള്ള ആൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരുടെയും ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ബോഡി ഷേമിങ് എന്നുള്ള കാര്യം. ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ളതാണ് ബോഡി ഷേമിങ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് അച്ചീവ് ചെയ്യണം, വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തതാണ് ഈ ഒരു 6 മാസത്തെ എൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ സ്ട്രഗിൾ. അതുപോലെ നിങ്ങൾ സ്ട്രഗിൾ ആണെന്ന് വിചാരിച്ച് ചെയ്യരുത്. നമുക്ക് പറ്റും എന്നുള്ള ഒരു ധാരണയോടുകൂടി നിങ്ങൾ ചെയ്യുക. ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസി വരാറുണ്ട് അല്ലേ. അപ്പം ആ ഒരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു. ആ ഒരു ടെൻഡൻസി വളരെ മോശമായിട്ടുള്ളൊരു ടെൻഡൻസിയാണ്. അപ്പോൾ നമ്മളത് ഒഴിവാക്കുക. കാരണം നമ്മളത് ഭയങ്കരമായിട്ട് മെൻ്റലി അത് അഫക്റ്റ് ചെയ്യും. ചില ദിവസങ്ങളിൽ വെയിറ്റ് കുറയണമെന്നില്ല, ചില ദിവസങ്ങളിൽ വെയിറ്റ് കൂടി കാണിക്കും. അതൊക്കെ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദിസ് ഗെയിം എന്ന് പറയുന്നത് പോലെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യരുത്. അത് നമ്മൾ ഡെസ്പാക്കാൻ മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ അതും എം ടി സ്റ്റൊമക്കിൽ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുക. എപ്പോഴും ഒരേ പാറ്റേൺ കീപ്പ് ചെയ്യുക. ഒന്നുകിൽ ചിലപ്പോൾ വെള്ളം കുടിച്ചിട്ടുള്ള വെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് സെയിം പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്യുക. ഇന്ന് ഞാൻ വെള്ളം കുടിക്കാണ്ടാണ് വെയിറ്റ് ചെക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ വെള്ളം കുടിക്കാണ്ട് തന്നെ വെയിറ്റ് ചെക്ക് ചെയ്യുക. സെയിം പാറ്റേണിൽ തന്നെ വെയിറ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സെയിം കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇട്ടിട്ട് ചെക്ക് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം ഒരുപാട് വെയിറ്റുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വെയിറ്റിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ അത്രേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ വെള്ളം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മെറ്റബോളിസത്തിനാണെന്നുണ്ടെങ്കിലും ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, ഫാറ്റ് ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. മിനിമം 3 liters പെർ ഡേ നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ ആ വെള്ളം കുടിക്കുന്നതിലൂടെയും ഫാറ്റ് ഒരുപാട് ബേൺ ആയിട്ട് പോകും. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. ഞാൻ വർക്കൗട്ടിൻ്റെ ഒരു ഏകദേശ രൂപമാണ്. ബിഗിനേഴ്സിനുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ട്സ് മാത്രമേ ഇതിലുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹയർ ലെവൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റിയിൽ ഇതിൻ്റെ തന്നെ റിപ്പറ്റീഷൻസ് കൂട്ടാം, സെറ്റ് കൂട്ടാം.
അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ്. പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. എല്ലാം നമുക്ക് വേണം. അരിഭക്ഷണം ഫുൾ കുറയ്ക്കുക എന്നുള്ളത് അതൊരു കാര്യമേ അല്ല. ഞാൻ അരിഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വയറ് വിശന്നിട്ട് ഒരു നേരം പോലും ഞാൻ ഇരുന്നിട്ടില്ല ഈ ഒരു 6 മാസത്തിൽ. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. എന്നും വെച്ച് ഒരുപാട് കഴിക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കലോറി ആവും എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനായിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഹെൽത്തിഫൈ മീ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് കുറച്ചും കൂടി പോപ്പുലർ ആയതുകൊണ്ട് ഞാൻ ഈ ആപ്ലിക്കേഷനിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ട്രാക്ക് ചെയ്തിട്ട് എത്ര കലോറി ആയിട്ടുണ്ട് ഒരു ദിവസം എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ദിവസങ്ങളിൽ കലോറി കൂടും. ഞാനിപ്പം 1 കപ്പ് റൈസ് കഴിക്കുന്നതിന് പകരം 2 കപ്പ് റൈസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കലോറി കുറച്ചും കൂടി കൂടി ആ ദിവസത്തെ ഞാൻ കൺസ്യൂം ചെയ്ത്. അപ്പം അതിനനുസരിച്ച് എനിക്ക് നെക്സ്റ്റ് ഡേ അതിൽ എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്രത്തോളം നമ്മൾ കഴിച്ചിട്ടുണ്ട്, എത്രത്തോളം എനിക്ക് കുറയ്ക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ പ്രോട്ടീൻസ് ഒരുപാട് കഴിക്കാൻ ശ്രമിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാതിരിക്കരുത്, എന്നാൽ ഒരുപാട് കഴിക്കരുത്. അങ്ങനെ അപ്പോൾ എല്ലാം നമുക്ക് വേണം. ഫൈബർ കണ്ടൻറ്റ് വേണം, പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, എല്ലാം വേണം നമുക്ക്. പക്ഷേ എല്ലാം ഒരു അളവിലാണ് നമുക്ക് വേണ്ടത്. പ്രോട്ടീൻസ് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റബോളിസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നോൺ വെജ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക, മുട്ട ധാരാളം കഴിക്കുക, എഗ്ഗ് വൈറ്റ് ധാരാളം കഴിക്കുക. യെല്ലോ കഴിക്കാൻ ഞാൻ ഒന്നൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് കഴിക്കണ്ട. വൈറ്റ് മാത്രം, എഗ്ഗ് വൈറ്റ് മാത്രം കഴിച്ചാൽ മതി. പിന്നെ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കൂട്ടാനുള്ള ഫുഡ് എന്ന് പറയുന്നത് പനീറൊക്കെ ഉണ്ട്. പിന്നെ കടല ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. ചെറുപയറൊക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ധാരാളം കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്സ് ഫുഡിൽ നമ്മൾ ഡിന്നറിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു ടെൻഷനും ഇല്ലാണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഞാൻ അത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് എൻ്റെ 6 മാസത്തെ ആ ഒരു 6 മാസം എന്ന് വിചാരിച്ച് ചെയ്തതല്ല, ഇത്രയും വെയിറ്റ് കുറയ്ക്കാൻ ഞാൻ 6 മാസം എടുത്തു എന്നുള്ളതാണ്. ഇനിയും എനിക്ക് വെയിറ്റ് കുറയാനുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ആ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ യു എയിലായതുകൊണ്ട് മോനും ഞാനും മാത്രമാണ്. ഹസ്ബൻഡ് രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ എന്നെ ഒന്നും സമ്മതിക്കുന്നില്ല. ഒറ്റയ്ക്കായതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ എല്ലാത്തിനും വേണം. അപ്പോൾ പ്രോപ്പറായിട്ടെല്ലാം ചെയ്യാൻ ശ്രമിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കൗട്ടിൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ ഡയറ്റിൻ്റെ ആവട്ടെ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ കുറേ ടിപ്സ് ഉണ്ട്, ആ ടിപ്സും ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇതുവരെ കേട്ട് നിന്ന് എല്ലാവരോടും താങ്ക്സ്. ആൻഡ് ഇനിയും സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.